കയീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി. അപ്പം ആലോചന ദൈവത്തിൽ നിന്നല്ല, ദുഷ്ടനിൽ നിന്ന്. എന്ത് കാര്യത്തിന്? രക്ഷ. ദൈവം തന്ന രക്ഷാമാർഗത്തിനെതിരെ മത്സരിച്ചിട്ട് കയീൻ ദുഷ്ടനിൽ നിന്നുള്ള ആലോചനകൾ സ്വീകരിച്ചു. അപ്പൊ കയീന്റെ വഴി മതത്തിന്റെ വഴി, വിശ്വാസത്താലുള്ള നീതീകരണമല്ല, മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ് അർത്ഥം. ബിലയാമിന്റെ പ്രോബ്ലം എന്താണ്? അവൻ കൂലി കൊതിച്ചു. പത്രോസ് പറയുന്നത് അനീതിയുടെ കൂലി കൊതിച്ചു എന്നാണ്. വേർപാട് വേണ്ട, രക്ഷിക്കപ്പെട്ടാലും വേർപാട് ആചരിക്കേണ്ടതില്ല എന്നാണ്. വെളിപ്പാട് 2:14 ഉണ്ട് ബിലയാമിന്റെ ഉപദേശം. എന്താണ് ബിലയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത്? വേർപാടൊന്നും വേണ്ട, ജാതികളുമായി ഇടകലർന്ന് ജീവിക്കാം. കോരഹ് അധികാരത്തിനെതിരെ മത്സരിച്ചു. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ് അതുള്ളത്. ദൈവം എന്തും ചെയ്തോട്ടെ, ഞാനിങ്ങനെ ചെയ്യും എന്ന ഭാവത്തിൽ. അപ്പോൾ അത് ശുശ്രൂഷയെക്കുറിച്ചാണ്. അപ്പോൾ രക്ഷയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും വ്യത്യസ്ത നിലപാടുകൾ എടുത്ത കയീൻ, ബിലയാം, കോരഹ്, ഇവർക്കെല്ലാം ദൈവം ശിക്ഷ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നാം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം.